നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു ഹീലിംഗ് ടെക്നിക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്, പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതുമാണ്. അത് മറ്റൊന്നുമല്ല, പ്രകൃതിയോടൊപ്പം സമയം ചിലവഴിക്കുക എന്നതാണ്. ഇന്ന് പ്രധാനമായിട്ടും ഞാൻ 2 ടെക്നിക്കാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ജപ്പാനിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് ഫോറസ്റ്റ് ബാത്തിങ് എന്ന് പറയും. ഫോറസ്റ്റ് ബാത്തിങ് എന്ന് പറയാൻ വളരെ സിമ്പിൾ ആണ്, പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതില് നമ്മളൊരു ഫോറസ്റ്റിലേക്ക് കടന്നു പോവുകയും അവിടെ മൈൻഡ്ഫുൾനെസ്സോട് കൂടെ അവിടുത്തെ ആ ഫോറസ്റ്റിൽ ഉള്ളിൽ കൂടെ ആസ്വദിച്ചുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് നടക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് ട്രെക്കിംഗ് അല്ല, പകരം വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അവിടെ കേൾക്കുന്ന ശബ്ദങ്ങൾ വെള്ളച്ചാട്ടമാകാം, അല്ലെങ്കിൽ കിളികളുടെ ശബ്ദമാകാം, എന്തായാലും അതൊക്കെ ഒന്ന് ആസ്വദിച്ച്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട്, അതുപോലെ ആ പച്ചപ്പൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ട്, അതിന്റെ മനോഹാരിത ഒന്ന് മനസ്സിലേക്ക് പതിപ്പിച്ചുകൊണ്ട്, അതുപോലെ ആ പച്ചപ്പിൽ കൂടെ, ഈവൻ പച്ച പുൽത്തകടിയൊക്കെ ഉണ്ടെങ്കിൽ ചെരുപ്പില്ലാതൊക്കെ അതിൽ കൂടെ നടന്നാൽ വളരെയധികം നമുക്ക് ശരീരത്തിനും മനസ്സിനും നല്ല റിലാക്സേഷൻ ഉണ്ടാകും. അതുവഴി ഇത് നമ്മുടെ ഫിസിക്കലി നമ്മളെ ഫിറ്റ്നസ് കൂട്ടുകയും അതുപോലെ മനസ്സിന് ഒരു ശാന്തത കൈവരിക്കുവാൻ സഹായിക്കും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഇലക്ട്രോണിക് ഡിവൈസും ഇതിന്റെ കൂടെ കൊണ്ടുപോകാൻ പാടില്ല. അതായത് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ച് വളരെ റിലാക്സ് ആയിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഫോറസ്റ്റ് നിങ്ങളുടെ അടുത്തില്ല, നിങ്ങൾക്ക് അത് കാണാൻ പറ്റുകയില്ല, അതിന് സൗകര്യമില്ല എങ്കിൽ ഒരു ചെറിയ പാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾക്ക് പോകാം. ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ 5 സെൻസറി ഓർഗൻസ് ഉപയോഗിച്ച്, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ആസ്വദിക്കുക. ശബ്ദങ്ങൾ കേൾക്കുക, എന്തെങ്കിലും പുല്ലുകൾ അല്ലെങ്കിൽ പുൽത്തകടി ഉണ്ടെങ്കിൽ അതിൽ കൂടെ നിങ്ങൾ ചെരുപ്പ് ഊരി വെച്ചിട്ട് നടന്നു പോവുക. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണമായ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും. അങ്ങനെ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ കോശങ്ങൾ ഹീലാവുകയും നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു റിലാക്സേഷൻ ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് ഒരു ബീച്ച് വിസിറ്റ്. ഇപ്പോൾ നിങ്ങളുടെ സ്ഥലത്തിനടുത്ത് ബീച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ടെക്നിക്ക് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ബീച്ചിലേക്ക് പോകുമ്പോൾ മൊബൈലൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ പാദരക്ഷകൾ അഴിച്ചു വെച്ചുകൊണ്ട് ആ ബീച്ചിന്റെ മണ്ണിൽ കൂടെ പതുക്കെ ഇങ്ങനെ നടക്കുക. നിങ്ങൾ ആ തിരമാലകളിൽ കുറച്ചു നേരം ഒന്ന് നോക്കി നിൽക്കുക. ആ നനഞ്ഞെടുത്ത ആ തിരമാലകൾ അടിക്കുന്ന ആ മണ്ണിൽ കൂടെ നിങ്ങൾ നടന്ന് ആ സൂര്യന്റെ കിരണങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ആ കടലിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. വളരെ മനോഹരമായി നല്ല ഒരു റിലാക്സേഷൻ തരുന്ന, മനസ്സിനും ശരീരത്തിനും വളരെ ഒരു എനർജറ്റിക് ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വലിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത്. പല സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത് ഇങ്ങനെയുള്ള ഹീലിംഗ് ടെക്നിക്കുകൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെ പരമാവധി കുറയ്ക്കുവാനും അതുവഴി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് ലഭിക്കുവാനും സഹായിക്കും. നിങ്ങളുടെ ബ്ലഡ് പ്രഷറെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സഹായിക്കും. നിങ്ങളുടെ മസിൽസിനെ നല്ലൊരു റിലാക്സേഷനിൽ കൊണ്ടുവരുവാനും അങ്ങനെ നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും നല്ല ഒരു ഹീലിംഗ് ഉണ്ടാക്കുവാനും സഹായിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫോറസ്റ്റിൽ പോകാനോ പാർക്കിൽ പോകാനോ അല്ലെങ്കിൽ ബീച്ചോ ഒന്നും അതിനുള്ള സൗകര്യം ഇല്ല എങ്കിൽ ഒരു ചെറിയ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഇതുപോലെ ഫോറസ്റ്റിൽ പോകുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഒരു ചെറിയ ചെടിച്ചട്ടി വാങ്ങുക. അതിൽ ഏതെങ്കിലും ഒരു മെയിൻ്റനൻസ് കുറഞ്ഞ ഒരു ചെടി, മണി പ്ലാന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെടി നിങ്ങൾ നടുക. നിങ്ങളുടെ ബാൽക്കണിയിൽ വെക്കാം, വീടിനകത്ത് വെക്കാം. ഇൻ ഹൗസ് പ്ലാന്റ് ഒക്കെ ഇപ്പോൾ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അത് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ വെച്ച് അതിനെ വളർത്തുക. അപ്പോൾ നിങ്ങൾ ഈ ആഴ്ച തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹീലിംഗ് മെത്തേഡ് ഇനി പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ഒന്നുകിൽ ചെടി വാങ്ങിക്കുക, അല്ലെങ്കിൽ പാർക്കിൽ പോവുക, ബീച്ചിൽ പോവുക, എന്തെങ്കിലും ഒന്ന് ചെയ്തതിനു ശേഷം നിങ്ങൾക്കുണ്ടായ സന്തോഷം കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കായിട്ട് ഈ ഉപകാരപ്രദമായ വീഡിയോ ഷെയർ ചെയ്യുക. ഹീലിംഗ് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ സമാധാനത്തിനും സന്തോഷത്തിനും സ്നേഹത്തിനും സമൃദ്ധിക്കും അർഹതപ്പെട്ടവരാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.